നമുക്കിന്നിവിടെ ഓൺ ഗ്രിഡിൻ്റെ ഒരു ഇൻവെർട്ടർ എങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നമ്മളൊരു സോഫാറിൻ്റെയാണ് ബ്രാൻഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഈ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ DC, ഇതാണ് AC സൈഡ്. ഇൻവെർട്ടറിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ നമുക്കുള്ളത് ആണ് ഇതിൻ്റെ മെയിൻ സ്വിച്ച്. ഫസ്റ്റ് നമ്മൾ DC ഓഫ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓഫായിരിക്കും ഓൾറെഡി. ഇപ്പോഴും ഫസ്റ്റ് നമ്മൾ ഇൻവെർട്ടർ ഓൺ ചെയ്യുക. പൊസിഷനാണ്. ഇനി അടുത്തത് DC ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് ഇനിഷ്യലൈസിങ് എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇനിഷ്യലൈസിങ് കഴിഞ്ഞ് പവർ 0 എന്നാണ് എഴുതി കാണിച്ചിരിക്കുന്നത്. അലാറം അടിച്ച് കുഴപ്പമുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് വേണ്ടത് AC സൈഡ് DC, അതായത് DB ഓൺ ചെയ്യുക. ഇത് ഏകദേശം 2 മിനിറ്റെങ്കിലും ഇനിഷ്യലൈസ് ആവാനായിട്ട് ടൈം എടുക്കും. ഓക്കെ, ഗ്രിഡ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 1 മിനിറ്റ് 18 സെക്കൻഡാണ് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇൻവെർട്ടറിനെ ഇൻ്റർനെറ്റോട്ട് കണക്ട് ചെയ്യുന്ന ഇതിൻ്റെ പ്രോബ്. ഓരോ ബ്രാൻഡിനും ഒരേപോലെ ആയിരിക്കും സാധനം. ചിലതിന് ഇൻസൈഡ് ആയിരിക്കും, ചിലത് ഔട്ട് സൈഡ് കാണും. വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുകയാണ് വോൾട്ടേജും കാര്യങ്ങളൊക്കെ സ്റ്റേബിൾ ആണോ എന്നുള്ളത്. അതൊരു 10-20 സെക്കൻഡ് എടുക്കും. ശ്രദ്ധിച്ച് കേട്ടാൽ അതിനകത്ത് റിലേയുടെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും, സ്വിച്ച് ആവുന്നതിൻ്റെ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോർമൽ ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പവർ ഇപ്പോൾ ലൈവ് പവറാണ് കാണിക്കുന്നത്. ഇപ്പോൾ 1 കിലോ വാട്ട്സ് മുകളിലിട്ട്. ഇപ്പം ഇവിടെ വളരെ ക്ലൗഡി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട്, മഴയൊക്കെ ഉള്ളതുകൊണ്ട് ലോ ആയിരിക്കും കാണിക്കുക. ഇപ്പോൾ ലൈവാണ്. ബാക്കി ടുഡേ ഇന്നത്തെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് 0 ആയിരിക്കും കാണിക്കുന്നത്. ഇതതിൻ്റെ വോൾട്ടേജ് സെറ്റിങ്സൊക്കെയാണ് ഇത്. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് വരുന്നത്. ഓക്കെ.